സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ സമന്വയയിലൂടെ നൽകിയ അപ്പോയിൻമെന്റ് അപ്രൂവൽ ഫയലുകളുടെ എല്ലാം ഓഡിറ്റ് അത് സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള DD ഓഫീസുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ് എല്ലാം നമ്മൾ ജില്ലാ തലത്തിൽ എല്ലാവർക്കും നൽകിയിരുന്നതാണ്. അതിൽ നമ്മൾ ഒരു അപ്പോയിൻമെന്റ് ഫയലില് ഒരു ഒബ്ജക്ഷൻ റീറ്റേൺ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് സമപ്പ് ചെയ്യാം. ആദ്യം റിപ്പോസിറ്ററി പോയിട്ട് AO ഫയലുകൾ എടുത്ത് അതാത് സെക്ഷനുകളിലേക്ക് വിടുന്നു. സെക്ഷൻ ഫയലുകൾ പരിശോധിച്ച് നോട്ട് എഴുതി JS മുഖേന AOയ്ക്ക് വിടുന്നു. അതിലുള്ള അഭിപ്രായങ്ങളും ഫയലുകളെല്ലാം പരിശോധിച്ച് ആ നിയമനം കൊടുത്തതിൽ യാതൊരു പിശകും ഇല്ല എങ്കിൽ അത് നോ റിമാർക്സ് ആയി അതിൽ ചെയ്യുന്നു. ആ ഫയൽ അങ്ങനെ ആക്ഷനിൽ പോയി നോ റിമാർക്സ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. അതോടുകൂടി ആ ഫയലിന്റെ പരിപാടി കഴിഞ്ഞു. അത് ഓഡിറ്റഡ് എന്നുള്ള സീൽ അതിൽ വരും. രണ്ടാമതായിട്ട് തടസ്സവാദങ്ങളുള്ള ഫയലുകൾ, അതായത് സെക്ഷൻ എഴുതി വിട്ടു, സൂപ്രണ്ട് എഴുതി വിട്ടു, AOയ്ക്ക് ആ തടസ്സവാദം ശരിയാണ് എന്ന് തോന്നുകയാണ്. ആ തടസ്സവാദം ഒബ്ജക്ഷൻ പെൻഡിങ് എന്നുള്ള ആക്ഷനിൽ പോയിട്ട് ഒബ്ജക്ഷൻ പെൻഡിങ് എന്നാക്കി അത് അടിച്ചു കൊടുത്ത് ഗോ കൊടുത്ത് ഒബ്ജക്ഷൻ പെൻഡിങ് ആയി കഴിഞ്ഞാൽ അത് നേരെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിൽ വരുന്നു. സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിലെത്തുമ്പോൾ ഓഡിറ്റ് എന്നുള്ള ഒരു ടൈല് കൂടി അതിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ ഓഡിറ്റിൽ പോയി റിമാർക്സ് എഴുതി സൂപ്രണ്ട് മുഖേന AO ആ റിമാർക്സ് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ആ റിമാർക്സ് അടക്കമുള്ള കാര്യങ്ങൾ, അതിലുള്ള തടസ്സവാദം അടക്കമുള്ള കാര്യങ്ങൾ അതാത് AEO അല്ലെങ്കിൽ DO തലത്തിലേക്ക് എത്തുന്നു. അതായത് AEO അല്ലെങ്കിൽ DOമാര് ആ തടസ്സവാദം നോക്കി അതിനുള്ളൊരു മറുപടി റിമാർക്സ് ആക്കി തയ്യാറാക്കി ക്ലർക്ക് തലത്തിൽ തയ്യാറാക്കി സൂപ്രണ്ടിന് വിട്ട് AEO അല്ലെങ്കിൽ DO അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ആ റിമാർക്സ് നേരെ DD ഓഫീസിലെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിലെത്തുന്നു. DD ഓഫീസിലെ സെക്ഷൻ ക്ലർക്ക് DO തന്ന അല്ലെങ്കിൽ AEO തന്ന റിമാർക്സ് പരിശോധിച്ച് അദ്ദേഹത്തിന് അഭിപ്രായക്കുറിപ്പോടുകൂടി JSന് വിട്ട് JS നേരെ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടുകൂടി AOയ്ക്ക് വിടുന്നു. AO അത് പരിശോധിച്ച് അത് തടസ്സവാദം തീർക്കാവുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് എങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് തടസ്സവാദം നീക്കുന്നു. ഇനി ആ തടസ്സവാദം നീക്കാൻ പറ്റുന്നതല്ല, ഒരു ഫയലിൽ നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്, ഒരു നിയമന ഫയലിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിമാർക്സ് ചോദിക്കാം. ഈ മറുപടി തൃപ്തികരമല്ല, ഒരു തവണ കൂടെ നിങ്ങൾ മറുപടി തരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് വിടാം. അപ്പൊ ഇത് എത്ര നമ്മൾ മറുപടി കിട്ടിയിട്ട് വലിയ തൃപ്തി അല്ല, അല്ലെങ്കിൽ ഈ നിയമനം കൊടുത്ത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ആ ഒബ്ജക്ഷൻ പിന്നെ അടുത്ത ആക്ഷൻ എന്ന് അവിടെ പറയുന്നത് ഒബ്ജക്ഷൻ റീറ്റെയിൻഡ് എന്നാണ്. ആക്ഷൻ AO എടുക്കേണ്ട ആക്ഷൻ ഒബ്ജക്ഷൻ റീറ്റെയിൻഡ്. ഒബ്ജക്ഷൻ റീറ്റെയിൻഡ് എന്നുള്ള ആക്ഷൻ എടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നേരെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിൽ പോകുന്നു. അപ്പൊ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിലേക്ക് വരുന്ന ഫയലില് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഡ്രാഫ്റ്റ് എടുത്ത് അതൊരു ഉത്തരവാണ്, AOന്റെ ഉത്തരവാണ്. ആ ഉത്തരവില് വേണ്ട മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുത്തി എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് ഒരു നോട്ടോടുകൂടി ആ പ്രൊസീഡിങ്സ്, അതായത് ഇന്ന തടസ്സവാദം നിൽക്കുന്നു, അതുകൊണ്ട് ഇത് റിവൈസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടതാണെന്നൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് സെക്ഷൻ ക്ലർക്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഡ്രാഫ്റ്റ് വേണ്ട എഡിറ്റിംഗ്സ് ഒക്കെ വരുത്തി സൂപ്രണ്ട് മുഖേന AOയ്ക്ക് വിടുന്നു. AO ആ ഡ്രാഫ്റ്റ് പരിശോധിച്ച് ആ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ആ ഡ്രാഫ്റ്റ് ഫെയർ ആയിട്ട് മാറുന്നു. ആ ഫെയർ നമുക്ക് IOC മുഖേനയോ അല്ലെങ്കിൽ ഫിസിക്കലായോ പ്രിന്റ് എടുത്ത് അതാത് AEOനോ DOയ്ക്കോ അയക്കാം. അല്ലെങ്കിൽ ഈ ഫെയർ ആവുന്നതോടുകൂടി തന്നെ അതാത് DOയ്ക്കും അതുപോലെ AEOയ്ക്കും ഈ തടസ്സവാദം അവരുടെ ഓഫീസിലേക്കും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതാണ്. ഫിസിക്കലായിട്ട് അയക്കണം നിർബന്ധം ഇല്ല.
അപ്പൊ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിലും അതുപോലെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ബാക്കിയുള്ള ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അപ്പോൾ ഒബ്ജക്ഷൻ റീറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഫയലില്, അതായത് ഒബ്ജക്ഷൻ നിലനിൽക്കുന്ന ഒരു ഫയലില് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആ ഫയൽ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന് അവിടേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോ സെക്ഷൻ ക്ലർക്കിന്റെ ലോഗിനിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. സെക്ഷൻ ക്ലർക്കിന്റെ ലോഗിനിൽ കയറുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഫയലില് പെൻഡിങ് ഇൻ AEO എന്ന് കാണാം. പെൻഡിങ് ഇൻ AEO. സെക്ഷൻ ക്ലർക്ക് ആ ഫയല് ഓപ്പൺ ചെയ്യാണ്. ആ ഫയൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ടൈല് വന്നതായിട്ട് കാണാം. ലയബിലിറ്റി. ഈ ലയബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയിൽ അധികം വിശദീകരിക്കുന്നില്ല. ഇത് നിങ്ങൾക്കൊരു ചെറിയൊരു മാർഗനിർദ്ദേശം, ഒരു ഗൈഡ് മാത്രമാണ്. കാരണം ഇതിൽ വളരെയധികം വിശദീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോവും വീഡിയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് വളരെ ചുരുക്കി പറയുകയാണ്. ഈ ലയബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ പറ്റുക. ലയബിലിറ്റി ഒരിക്കലും സമന്വയ എന്നുള്ള സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ല. അത് നമ്മൾ IOC മുഖാന്തരമോ അല്ലെങ്കിൽ എഴുതി ചോദിച്ചോ മറ്റുള്ള രീതിയിലോ ആർക്കൊക്കെ എത്രയാണ് ഈ അധ്യാപകൻ അല്ലെ ഈ അധ്യാപിക ഈ പീരീഡിൽ അധികം തെറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്, ഈ നിയമനം അപ്രൂവ് ചെയ്തതിലൂടെ സർക്കാരിനുണ്ടായ ബാധ്യത എത്രയാണ് എന്ന് ചോദിച്ച് അത് നമ്മൾ വാങ്ങിയിരിക്കണം. അടുത്ത ഭാവിയിൽ തന്നെ സ്പാർക്കുമായിട്ട് സമന്വയ ബന്ധിപ്പിക്കും. ആ ബന്ധിപ്പിക്കാൻ ഉള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്പാർക്കിൽ നിന്ന്, അതായത് AOമാർക്ക് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ സെക്ഷൻ ക്ലർക്കിന് അത് 2 ലക്ഷം രൂപയാണ് എന്ന് അതിലുള്ള ബാധ്യത, ആകെ സർക്കാരിനുണ്ടായ ബാധ്യത എന്ന് കരുതുക. ഇവിടെ ഇത് ഈ 2 ലക്ഷം അടിച്ചതിന് ശേഷം ഇത് സേവ് ചെയ്യാണ്. അത് സേവ് ചെയ്തു. ആ 2 ലക്ഷം രൂപ സേവ് ചെയ്തു. ഇനി താഴെ കാണുന്നത് ഈ ഫയലുകൾ ആരെല്ലാം ആണ് കൈകാര്യം ചെയ്തത് എന്നതാണ് ഈ താഴെ കാണുന്ന കാര്യങ്ങൾ. ഇതിൽ നമുക്ക് സംഖ്യയായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്ര ശതമാനമായിട്ട് കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ നിയമന ഫയല് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ സെക്ഷൻ ക്ലർക്കിനും അതുപോലെ സൂപ്രണ്ടിനും AOക്കും ഒക്കെ നോക്കിയാൽ കാണും. അപ്പൊ അതുകൊണ്ട് ഇതിൽ തെറ്റായ തീരുമാനം എടുത്തത് ആര്, അതിനനുസരിച്ചായിരിക്കണം. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ചായിരിക്കണം ലയബിലിറ്റി ഫിക്സ് ചെയ്യേണ്ടതും മറ്റും. അപ്പോ ഇതൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. അപ്പൊ 2 ലക്ഷമാണ് എന്ന് കരുതുക. ഇവിടെ നമുക്ക് ഇത് ശതമാനമായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോ അങ്ങനെ ചെയ്യാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 50% എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും. നേരെ മറിച്ച് 50% അല്ല, ഇവിടെ സംഖ്യയായിട്ട് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോ ഇദ്ദേഹത്തിന് 50,000, ഇവിടെയും 50,000. അപ്പൊ ശതമാനമായിട്ടും എല്ലാ രീതിയിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ചു കൊടുത്താൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 25,000 ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ 25,000 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ കാണിക്കും, ഇത്രയാണെന്ന് കാണിക്കും. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ 50,000 തന്നെ ഇപ്പൊ നമ്മൾ ഈ ഇതിൽ കാണിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ വന്നു. ഇവിടെ ഇനി മറ്റൊന്ന്, ഇവിടെ പ്ലസ് യൂസർ എന്നൊരു ഭാഗം കാണാം. ഈ പ്ലസ് യൂസർ എന്ന് പറഞ്ഞാൽ ഈ ഫയലിൽ ഈ 3 പേരല്ലാത്ത മറ്റാരെങ്കിലും ഈ ഫയലുമായിട്ട് ബന്ധിപ്പിക്കാനുണ്ട് എങ്കിൽ ഈ പ്ലസ് യൂസർ കൊടുത്തിട്ട് ആ വ്യക്തിയുടെ, ആ ഉദ്യോഗസ്ഥന്റെ പെൻ നമ്പർ കൊടുത്താൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു റിമാർക്സ് വേണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ ക്ലർക്കിന് കൊടുക്കാം. റിമാർക്സ് നമുക്ക് ഇവിടെ സെക്ഷൻ ക്ലർക്കിന് കൊടുക്കാൻ കഴിയും. ഒരു റിമാർക്സ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഒരു റിമാർക്സ് കൊടുത്തു, സേവ് ചെയ്തു. സേവ് ചെയ്ത് സെക്ഷൻ ക്ലർക്ക് ഒരു പുതിയ നോട്ട് എടുക്കുകയാണ്. ഒരു പുതിയ നോട്ട് എടുത്ത് എഴുതി അത് സൂപ്രണ്ട് മുഖേന, ഞാൻ ഈ ഒരു ഇതിൽ മാത്രമേ സൂപ്രണ്ട് മുഖേന കാണിക്കുന്നുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞു വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ട്
ഒന്നും ചെയ്യുന്നില്ല. സൂപ്രണ്ടിനെ ഇനി സ്കിപ്പ് ചെയ്യും. അപ്പൊ അത് ഒരിക്കലും സൂപ്രണ്ടിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നേരെ ക്ലർക്ക് ഓന് വിടുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. അപ്പൊ തൽക്കാലം ഞാൻ ഇപ്പോ സൂപ്രണ്ടിന് വിടുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ പുതിയ വന്ന ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമുക്ക് നോർമൽ, അർജന്റ്, വെരി അർജന്റ്. ഈ നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് പച്ച കളറ്, വെരി അർജന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കളർ വരും. വെരി അർജന്റ് ആയിട്ട് നമുക്ക് വേണേ ഇത് കൊടുക്കാം. അപ്പോ ഞാനിപ്പോ ഇത് വെരി അർജന്റ് ആയിട്ടാണ് സൂപ്രണ്ടിന് സെക്ഷൻ ക്ലർക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെ സെക്ഷൻ ക്ലർക്ക് അത് നോട്ട് എഴുതി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. സൂപ്രണ്ടിന് വിട്ടു. സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ ലോഗിനില് ഈ ഫയല് അദ്ദേഹത്തിന് കാണാൻ കഴിയും. സൂപ്രണ്ടിന്റെ ലോഗിനില് ആ ഫയല് നോക്കി സെക്ഷൻ ക്ലർക്ക് അത് വെരി അർജന്റ് ആയിട്ടാണ് വിട്ടിട്ടുള്ളത്. അപ്പോ ഇവിടെ സെക്ഷൻ ക്ലർക്ക് എഴുതിയ നോട്ടും അദ്ദേഹം തിട്ടപ്പെടുത്തിയ ലയബിലിറ്റിയും എല്ലാം ഇവിടെ കാണാൻ കഴിയും. അപ്പൊ നോട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ വായിച്ചു നോക്കി, അതുപോലെ ലയബിലിറ്റി നോക്കി, സെക്ഷൻ ക്ലർക്ക് എഴുതിയിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ നോക്കി. ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ അറ്റാച്ച്മെന്റ്സ് ഒക്കെ ചേർക്കാം. ഇതിനോട് ഈ ഫയലിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ്സ് എല്ലാം ചേർക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അറ്റാച്ച്മെന്റ്സ് ഇവിടെ ചേർക്കാൻ പറ്റും. ഇനി സൂപ്രണ്ട് ഇതെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരുത്തലുകൾ വേണമെങ്കിൽ വരുത്താം. ആ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു നോട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം കുറിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കുറിച്ച് ആ നോട്ട് സേവ് ചെയ്തതിനു ശേഷം ആ ഫയല് നേരെ AOക്ക് വിടുകയാണ്. ഇപ്പോ AOന്റെ കയ്യിൽ ആ ഫയല് എത്തിക്കഴിഞ്ഞു. AOന്റെ കയ്യിൽ ആ ഫയൽ കാണാം. AOന്റെ കയ്യിലുള്ള ഫയലാണ് ഇത്. ഇവിടെ സെക്ഷൻ ക്ലർക്ക് എഴുതിയിട്ടുള്ളത് ആ ലയബിലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ലയബിലിറ്റി എന്നുള്ള ടാബ് AO എടുത്തു നോക്കുകയാണ്. വേണമെങ്കിൽ ഇതിനെ മാറ്റി തിരുത്താനൊക്കെ AOന് പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആരിത് ചെയ്താലും ഇതിൽ മാറ്റം വരുത്തിയത് ആര്, എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ ഹിസ്റ്ററിയിൽ പോയാൽ കിട്ടും. കൂടുതൽ വിശദമായിട്ട് ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോ ഇവിടെ ഇത് എന്തെങ്കിലും മാറ്റം അദ്ദേഹത്തിന് വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തി സേവ് ചെയ്തതിന് ഇവിടെ സേവ് എന്നുള്ള ഭാഗം കാണാം. AOന് വേണമെങ്കിൽ അറ്റാച്ച്മെന്റ്സ് ചേർക്കാം. ഇത് അപ്രൂവ് ചെയ്യണം. ഇത് ഇപ്പോ സെക്ഷൻ ക്ലർക്കും അതേപോലെ സൂപ്രണ്ടും എഴുതിയത് ശരി വെക്കുകയാണ് AO ചെയ്യുന്നത്. AO അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ആ ഫയല് ഇപ്പോ നേരെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ആ ഫയല് നേരെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിലെത്തി. ഇപ്പോ ഇവിടെ പുതിയ ഈ ഡ്രാഫ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ലയബിലിറ്റി AO അംഗീകരിച്ചോടുകൂടി ഇവിടെ പുതിയ ഈ ഡ്രാഫ്റ്റില് ഒരു ന്യൂ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഡ്രാഫ്റ്റില് ഇവിടെ കത്തിൽ ഈ പ്രൊസീഡിങ്സിന്റെ, അതായത് ഒരു ഉത്തരവിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാത്തതെന്ന് നിങ്ങൾക്ക് അറിയാം. അതെല്ലാം വേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം വേണോ അതെല്ലാം വരുത്തിയിട്ട് ഇവിടെ വിഷയം കാര്യങ്ങളെല്ലാം കൊടുത്ത് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതെല്ലാം പറഞ്ഞ് വേണ്ട നോട്ടുകളും കാര്യങ്ങളെല്ലാം എഴുതി സേവ് ചെയ്തതിനു ശേഷം അത് സൂപ്രണ്ട് മുഖേന AOക്ക് വിടണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തൽക്കാലം ഇപ്പൊ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു പുതിയ നോട്ട് എടുത്ത് AOക്ക് ഈ ഫയല് വിടുകയാണ്. സൂപ്രണ്ട് മുഖേനയാണ് വിടേണ്ടത്, ഓർക്കണം. നേരെ ഇപ്പൊ ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി മാത്രം AOക്ക് വിടുകയാണ്. ഈ ഫയല് ഇപ്പോ AOന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. AOന്റെ കയ്യിൽ എത്തിയിട്ടുള്ള ഈ ഫയല് AO എടുത്തു നോക്കുകയാണ്. ഒരു കാര്യം ഇതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ ഒബ്ജക്ഷൻ പെൻഡിങ് ആയിട്ടുള്ള, അതായത് ഇന്ന ഒബ്ജക്ഷൻ ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഉത്തരവ്
ഡിഒ അല്ലെങ്കിൽ എഇഒയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ സമയത്ത് തന്നെ അതിൽ നേരത്തെ ഞാൻ ക്ലാസ്സിലും അതേപോലെ തന്നെ ട്രെയിനിങ്ങിലൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നതാണ്, സെൽഫ് ഡിക്ലറേഷൻ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി തിരുത്തി ഉത്തരവ് കൊടുക്കാം. അതുപോലെ തന്നെ DPIക്ക് അപ്പീൽ പോവാം. ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ DD ഓഫീസിൽ ഇതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം ചില ഉദ്യോഗസ്ഥന്മാര് റിട്ടയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ ബാധ്യത എന്താണെന്ന് തിട്ടപ്പെടുത്തണം. അപ്പോ ഇതേ സമയത്ത് DPIക്ക് അപ്പീൽ പോയി അല്ലെങ്കിൽ DPIക്ക് എഴുതി അത് ക്യാൻസൽ ചെയ്ത് വരാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇപ്പോൾ കേസ് അല്ലെങ്കിൽ മറ്റുള്ള അപ്പീലുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം അത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. ഇവിടെ ബാധ്യത തിട്ടപ്പെടുത്തിയത് കൊണ്ട് അത് സ്ഥായിയായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഏത് സമയം വേണമെങ്കിലും AOയ്ക്ക് ഈ ബാധ്യതയെ റീഫിക്സ് ചെയ്യാനുള്ള ടാബും അല്ലെങ്കിൽ സൗകര്യവും ഈ സമന്വയയിലുണ്ട്. അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരിക്കൽ ബാധ്യത തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഫയലിൽ സ്ഥിരമായിട്ട് ആ ബാധ്യത ഉണ്ട് എന്ന അർത്ഥം ഇല്ല. ബാധ്യത ഇല്ല എന്ന് ഇത് കൊടുത്ത് ശരിയാണ് എന്ന് DPI പറയുകയാണ് അല്ലെങ്കിൽ സർക്കാർ പറയുകയാണ് എങ്കിൽ ഈ ഫയലിലുള്ള ലയബിലിറ്റി ഇല്ലാതെയാക്കാനും AOയ്ക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം സമന്വയയിലുണ്ട്. അപ്പൊ ഇവിടെ അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവിടെ DD തലത്തില് അതിന്റെ പ്രോസസ്സിംഗ് നടക്കുകയാണ്. അതേസമയം തന്നെ DO തലത്തില് DPIക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട മാനേജറോ അല്ലെങ്കിൽ ടീച്ചറോ അപ്പീൽ പോയിട്ടുണ്ടായിരിക്കും. അതെല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ. അതിന്റെ ഉത്തരവ് നമുക്ക് കാത്തിരിക്കാം. ഇവിടെ ലയബിലിറ്റി ഇവിടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കി, അതായത് ലയബിലിറ്റി ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് ക്ലർക്ക് തലത്തിൽ തയ്യാറാക്കി സൂപ്രണ്ട് പരിശോധിച്ച് സൂപ്രണ്ടിന് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി നോട്ട് എഴുതി AOയ്ക്ക് വിട്ടിരിക്കുകയാണ്. AOയ്ക്കും ഇത് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അപ്രൂവ് ഡ്രാഫ്റ്റ്, അങ്ങനെ ഇത് അപ്രൂവ് ചെയ്യാണ്. ഇവിടെ ടിക്ക് കൊടുത്ത് പ്രൊസീഡ് എന്ന് കൊടുക്കുമ്പോൾ ആ ഡ്രാഫ്റ്റ് ഇവിടെ അപ്രൂവ് ആയി കഴിഞ്ഞു. ആ ഡ്രാഫ്റ്റ് അപ്രൂവ് ആയതോടുകൂടി ആ ഫയല് ഇപ്പൊ നേരെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ആ ഡ്രാഫ്റ്റ് നേരെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഈ ഫയലില് എത്രയാണ് പെൻഡിങ്, എത്രയാണ് ലയബിലിറ്റി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഫയലിലുള്ള ഒരു ഓർഡർ കൂടി എവിടേക്ക് പോയിട്ടുണ്ട്, അത് DOയ്ക്ക് അല്ലെങ്കിൽ AEOയ്ക്ക് പോയിട്ടുണ്ട്. ഈ ഫയല് ഇപ്പൊ കാണാം നിങ്ങൾക്ക്, പെൻഡിങ് ഇൻ AEO എന്നാണ് ഇവിടെ സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്നത്. വീണ്ടും സെക്ഷൻ ക്ലർക്ക് ഈ ഫയല് എടുക്കുകയാണ്. ഈ ഫയലിൽ ക്ലിക്ക് ചെയ്തു. ഈ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഇപ്പൊ ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ എത്തിയത്. ഇപ്പൊ ലയബിലിറ്റി ഫിക്സ് ചെയ്തു. ഇനി ഇതില് പെട്ട ഒരാള്, ഈ ലയബിലിറ്റി ഉള്ള ഒരാള് ഇത് അടയ്ക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കണം, ലയബിലിറ്റി എന്ന ഇതിലാണ് സെക്ഷൻ ക്ലർക്ക് ക്ലിക്ക് ചെയ്തത്. ഈ സെക്ഷൻ ക്ലർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോ പുതിയൊരു ഭാഗം വന്നിട്ടുണ്ട്, സെറ്റിൽമെന്റ് എന്ന് കാണാം. ഈ 3 പേരുടെ നേരെ സെറ്റിൽമെന്റ് എന്ന് കാണാം. ഇതില് അദ്ദേഹം ഇപ്പൊ റിട്ടയർ ചെയ്യാണ്, അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ബാധ്യത തീർക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെറ്റിൽമെന്റ് അദ്ദേഹം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ ഫയലില് ഒബ്ജക്ഷൻ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് ഈ ഒരു ഫയലിൽ മാത്രമേ ഒബ്ജക്ഷൻ ഉള്ളൂ എങ്കിൽ മറ്റൊരു ഒബ്ജക്ഷനും ഇല്ല. ഈ ഒരു ഫയലിന് മാത്രമേ ഒബ്ജക്ഷൻ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് NLC കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒബ്ജക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടയ്ക്കേണ്ട കാശ് എത്ര വെച്ചാൽ അത് അടച്ചാൽ മതി. അതറിയാലോ. അപ്പൊ നമ്മൾ ഇവിടെ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാണ്. ഇപ്പൊ ഒരാൾ 1 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. അദ്ദേഹത്തിന് ഇത് 4 തവണയായിട്ട് അല്ലെങ്കിൽ 2 തവണയായിട്ട് അടയ്ക്കാനുള്ള സൗകര്യം വേണമെന്ന് പറയുകയാണെങ്കിൽ അതാത് DD തലത്തിലോ അല്ലെങ്കിൽ AO തലത്തിലോ തീരുമാനമെടുത്തുകൊണ്ട് 1ഓ 2ഓ തവണയായിട്ട് അടയ്ക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. എത്ര അടയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ കാണിക്കാം. ഇവിടെ സെറ്റിൽമെന്റ് എന്നുള്ള ഭാഗത്തേക്ക് പോയി. ആ സെറ്റിൽമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ AEOന്റെ പെൻ നമ്പർ നമ്മളോട് ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ പെൻ നമ്പർ ഒരു തവണ കൂടി
അടിച്ചു കൊടുത്തു. കാരണം ഈ ഇദ്ദേഹം അടയ്ക്കുന്ന കാശ് വേറെ ആരുടെങ്കിലും അക്കൗണ്ട് കയറാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് കൺഫേം ചെയ്തു. അങ്ങനെ കൺഫേം ചെയ്യുമ്പോൾ ഇനി പോകുന്ന വിൻഡോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടേക്ക് പോയി. ഇത്തരം ഒരു വിൻഡോ ആണ് ഇവിടെ വരിക. ഈ വിൻഡോ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓഡിറ്റ് നോട്ട്സ് ഈ ഭാഗത്ത് കാണാം. ഓഡിറ്റ് നോട്ട്സും അതേപോലെ എ നോട്ട്സ്, അപ്പോയിന്റ്മെന്റ് അപ്രൂവൽ നോട്ട്സും, അതായത് എഒ തലത്തിൽ അല്ലെ ഡിഒ തലത്തിൽ എഴുതിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അപ്രൂവൽ നോട്ട്സ്, ഓഡിറ്റ് നോട്ട്സ് ഇതെല്ലാം കാണാം. അപ്പോ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണടച്ചുകൊണ്ട് ബാധ്യത അങ്ങോട്ട് തിട്ടപ്പെടുത്തലല്ല, ആ നോട്ടുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അത് വീണ്ടും കാണിച്ചു മാത്രം. അപ്പൊ ഇദ്ദേഹം ഇപ്പോ ഒരു 50,000 രൂപയാണ് അടയ്ക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ 50,000 അടയ്ക്കുകയാണ്. ഈ 50,000 അടയ്ക്കുമ്പോൾ ബാലൻസ് ടു ബി പെയ്ഡ് 50,000 എന്ന് കാണാം. ഇത് പല നിലയ്ക്കും അടയ്ക്കാം. നമുക്ക് TR5 ആയിട്ട് അടയ്ക്കാം, ചലാനായിട്ട് അടയ്ക്കാം, അഡ്ജസ്റ്റ്മെന്റ് DCRG, ഇങ്ങനെ ഈ ഏത് നിലയ്ക്കാണോ ഇത് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഇവിടെ കാണിക്കും. ഇവിടെ ഞാൻ തൽക്കാലം TR5 കൊടുക്കുകയാണ്. ആ TR5 കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ആ TR5 നമ്പർ കൊടുത്തു. ഇവിടെ ഇതില് ഒരു നമ്മുടെ ഇന്നത്തെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിമാർക്സ് എല്ലാം ഇവിടെ എഴുതാം. പിന്നെ ഇവിടെ ബ്രൗസ് ഫയൽസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഈ TR5 നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് ഇതിൽ കയറ്റിയിടാം. മറ്റൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ഈ TR5 നമ്പറും ഡേറ്റും നമ്മൾ ഇവിടെ സേവ് ചെയ്യുമ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ തെറ്റാൻ ഒരിക്കലും പാടില്ല. കാരണം പിന്നീട് അത് എഡിറ്റബിൾ അല്ല, ഒരു നിലയ്ക്കും എഡിറ്റബിൾ അല്ല. അതായത് കൈറ്റിലടക്കം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റാതെ അവിടെ അടിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഒരു നോട്ടും എഴുതുകയാണ്, ഒരു റിമാർക്സ്. ഇത് സെക്ഷൻ ക്ലർക്കാണ് ചെയ്യുന്നത്. സെക്ഷൻ ക്ലർക്ക് അവിടെ റിമാർക്സ് കാര്യങ്ങളെല്ലാം എഴുതി അവിടെ സേവ് ചേഞ്ചസ് കൊടുത്തു. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുത്തിട്ട് നമ്മൾ ഒരു നോട്ട് എഴുതി സൂപ്രണ്ട് മുഖേന AOക്ക് ഫോർവേഡ് ചെയ്യാണ്. ഇവിടെ ഇപ്പോ AOന്റെ ലോഗിനില് ഈ ഫയല് നമുക്ക് കാണാൻ പറ്റും. AO ആ ഫയൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. AO ആ ഫയൽ എടുക്കുമ്പോൾ ഒന്ന് ബാക്കിൽ പോവാണ്. AO ആ ഫയൽ എടുക്കുമ്പോൾ ഫോർ സെറ്റിൽമെന്റ് എന്നൊരു സ്റ്റാറ്റസ് കാണാം. ഫോർ സെറ്റിൽമെന്റ് എന്ന സ്റ്റാറ്റസ് കാണാം ഇവിടെ. അപ്പൊ AO ആ ഫയല് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ക്ലർക്ക് എഴുതിയിട്ടുള്ള നോട്ടും കാര്യങ്ങളെല്ലാം നോക്കി ഇതിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ബാധ്യത കുറച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അത് അടച്ച ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ കാര്യം ഇവിടെ ലയബിലിറ്റിയിൽ പോയിട്ട് AO ക്ലിക്ക് ചെയ്തു. ഇവിടെ സെറ്റിൽമെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. AO എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ ആ പെൻ നമ്പർ അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യുമ്പോൾ ഇവിടെ ഇത്തരം ഒരു ലോഗിൻ കാണാം, ഒരു വിൻഡോ നമ്മുടെ മുമ്പിൽ കാണാം. ഇവിടെ ഇതെല്ലാം പരിശോധിച്ചു. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ പേയ്മെന്റ്, അതായത് AOക്ക് ഇത് ബോധ്യപ്പെടുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അപ്രൂവ് ചെയ്യാം. ഇദ്ദേഹത്തിന് വേണ്ട മാറ്റങ്ങൾ എന്താ വെച്ചാൽ അത് വരുത്താം. എന്നിട്ട് സേവ് ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇവിടെ ഞാനിപ്പോ തൽക്കാലം അപ്രൂവ് പേയ്മെന്റ് കൊടുക്കുകയാണ്. ആ പേയ്മെന്റ് അവിടെ അപ്രൂവ് ചെയ്തു. ഈ ഫയല് തൽക്കാലം സെക്ഷൻ വർക്കിന് തന്നെ ഫോർവേഡ് ചെയ്യുന്നു.
ഫയൽ ഇപ്പോ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഈ ഫയലില് എങ്ങനെയാണ് ഇപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലയബിലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് എന്നൊരു ഭാഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സെറ്റിൽമെന്റില് ഈ അദ്ദേഹം അടച്ച, ഈ ഉദ്യോഗസ്ഥൻ അടച്ച കാശ് 50,000 രൂപയാണ്. ഈ 50,000 എന്നതിന്റെ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു വിൻഡോ നമ്മുടെ മുമ്പിൽ കാണാം. ഇതിൽ റെസിപ്റ്റ് എന്ന ഒരു ഭാഗമുണ്ട്. ആ റെസിപ്റ്റില് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസിപ്റ്റ് കിട്ടും. ഈ റെസിപ്റ്റ് പ്രിന്റ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ സമന്വയയിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രിന്റ് നമുക്ക് കാണാൻ പറ്റും. സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്റ്റ് ആണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇനി ഈ ഫയല് ഇപ്പൊ ഫുള്ളി സെറ്റിൽഡ് ആയിട്ടുള്ള ഫയൽ അല്ല. ഈ ഫയൽ നമുക്ക് എങ്ങനെയാണ് മുഴുവനായി തീർക്കുക എന്നുള്ള, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു ഭാഗത്തേക്ക് വരാം. ഇപ്പൊ ഇതിൽ ഒരാള് 50,000 രൂപ അടച്ചു. അപ്പൊ അതിന്റെ റെസിപ്റ്റ് നമുക്ക് കിട്ടി. ഇനി ഇതിലുള്ള ഈ 3 പേരും ഈ പൈസ അടയ്ക്കാൻ തയ്യാറായിട്ട് വരികയാണ് എങ്കിൽ ആദ്യത്തെ ആളുടെ നേരെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ പെൻ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുത്തു. അദ്ദേഹം ഈ ഫയലിൽ ഇനിയും വീണ്ടും ബാലൻസ് ടു ബി പെയ്ഡ് 50,000 ആണ്. ആ 50,000 അദ്ദേഹം അടയ്ക്കാൻ തയ്യാറാണ്. അപ്പൊ ഇവിടെ ബാലൻസ് 0 അതും TR5 അടയ്ക്കുന്നത്. അതിന്റെ നമ്പർ അടിച്ചു കൊടുത്തു. അതിന്റെ തീയതി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അത് റിമാർക്സ് അടിക്കണം. റിമാർക്സ് അടിച്ചു കൊടുത്തു. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു ചലാൻ നമ്പറും കാര്യങ്ങളെല്ലാം, ചലാൻ ഇവിടെ നമുക്ക് ബ്രൗസ് ചെയ്ത് കയറ്റാം. സേവ് ചേഞ്ചസ് കൊടുത്തു. വീണ്ടും അടുത്ത ആളുടെ എടുക്കുകയാണ്. അടുത്ത ആളെ എടുത്തു, കൺഫേം ചെയ്തു. അദ്ദേഹം അടയ്ക്കാനുള്ളത് 50,000 രൂപയാണ്. അത് TR5 തന്നെ അടയ്ക്കുകയാണ്. ഡേറ്റ് എടുത്തു. നമ്മൾ അതിൽ റിമാർക്സ് കൊടുക്കണം. സേവ് ചേഞ്ചസ് കൊടുത്തു. അടുത്ത ആളെ എടുക്കുകയാണ്. അദ്ദേഹത്തിന് പെൻ നമ്പർ അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്തു. അദ്ദേഹം അടയ്ക്കാനുള്ള തുക 50,000 ആണ്. അദ്ദേഹം ചലാൻ മുഖേന അടയ്ക്കുന്നത്. ആ ചലാൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തു. ഡേറ്റ് അടിച്ചു കൊടുക്കാം. നമ്മുടെ റിമാർക്സ് കൊടുത്തു. ഇവിടെ ആ ചലാന്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. സേവ് ചേഞ്ചസ് കൊടുത്തു. ഇനി സെക്ഷൻ ക്ലർക്ക് ഒരു നോട്ട് എടുത്ത്, പുതിയൊരു നോട്ട് എടുത്ത് ഇത്ര ആൾക്കാര് ഇതിലുള്ള ബാധ്യതകളെല്ലാം അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിശദമായ നോട്ട് തന്നെ തയ്യാറാക്കി ബന്ധപ്പെട്ട സൂപ്രണ്ട് മുഖേന ഇറക്കി വിടുകയാണ്. ഇപ്പൊ ഈ ഫയല് സൂപ്രണ്ട് മുഖേന
AOക്ക് വന്നു. സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ കാണാം നിങ്ങൾക്ക് നേരത്തെ വന്നതുപോലെ തന്നെ ഫോർ സെറ്റിൽമെന്റ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഈ ഫയൽ ക്ലിക്ക് ചെയ്തു. സെക്ഷൻ ക്ലർക്കും സൂപ്രണ്ടും ഒക്കെ എഴുതിയിട്ടുള്ളത് സെറ്റിൽമെന്റ് ആയിട്ടുണ്ട്, അതിന്റെ ബാധ്യതകളെല്ലാം അടച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരിക്കൽ ലയബിലിറ്റി സെറ്റിൽ ആയി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനത്തെ ഒരു സെറ്റിൽമെന്റ് അല്ല. ഈ ലയബിലിറ്റി എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അത് ഞാൻ കാണിക്കാം. ഇവിടെ ലയബിലിറ്റിയിൽ പോയി ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു ഭാഗം കാണാം. ഇവിടെ ലയബിലിറ്റി റീഫിക്സ് ചെയ്യുന്നതിനുള്ള AOന് റീഫിക്സ് ചെയ്യാനുള്ള ഭാഗമാണ് ഇത്. ഇവിടെ വെക്കുമ്പോൾ കാണാം റീഫിക്സ് ലയബിലിറ്റി എന്നൊരു ഇത് വരുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ ചെറിയൊരു മാറ്റം കൈറ്റിന്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതായത് കുറച്ചുകൂടി എളുപ്പ രീതിയിൽ റീഫിക്സ് എന്ന് കാണുന്ന ഒരു ടൈലോ അല്ലെങ്കിൽ ഒരു മെനു അവിടെ വരും. അപ്പോൾ റീഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ സെക്ഷൻ ക്ലർക്ക് എഴുതിയ നോട്ടും കാര്യങ്ങളെല്ലാം നോക്കി, ലയബിലിറ്റിയിൽ പോയി ഫിക്സ് നോക്കി. ഇനി ഇവിടെ ഓരോരുത്തരുടെയും സെറ്റിൽമെന്റ് എടുക്കണം, ഓരോരുത്തരുടെയും എടുക്കണം. അങ്ങനെ ഓരോരുത്തരുടെയും സെറ്റിൽമെന്റ് എടുക്കുകയാണ്. ഓരോരുത്തരുടെ പേരിന് നേരെയുള്ള സെറ്റിൽമെന്റിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം, AOന് ക്യാൻസൽ ചെയ്യാം. ഇവിടെ തൽക്കാലം അപ്രൂവ് ചെയ്യാണ്. അപ്രൂവ് ചെയ്തു. ആ അപ്രൂവ് ചെയ്തതോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പച്ച ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഈ ഫയലുള്ള ബാധ്യത കഴിഞ്ഞു. ഇനി അടുത്ത ആളെടുക്കുകയാണ്. സെറ്റിൽമെന്റ് നേരെ ക്ലിക്ക് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ പെൻ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ അടച്ചതും AO അപ്രൂവ് ചെയ്യാണ്. അതോടുകൂടി അദ്ദേഹത്തിന്റെ പേരിന് നേരെയും ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞു. അടുത്ത ആളുടെ എടുക്കുകയാണ്. ഇതും അപ്രൂവ് ചെയ്യാണ്. ഇത് അപ്രൂവ് ചെയ്തതോടുകൂടി ഈ 3 പേരുടെയും പേരിന്റെ നേരെ ടിക്ക് മാർക്ക് വന്നു. അതോടുകൂടി മനസ്സിലാക്കണം, ഇവിടെ 3 പേരുടെ നേരെയും കണ്ണ് ചിഹ്നം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിന്റെ റെസിപ്റ്റ് നേരത്തെ പറഞ്ഞു, റെസിപ്റ്റ് നമുക്ക് കാണാം. ഈ ഫയലുള്ള റെസിപ്റ്റ് ആണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത ആളുടെ നേരെ ക്ലിക്ക് ചെയ്തു. ഇവിടെയും റെസിപ്റ്റ് കാണാം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വീണ്ടും നോക്കിയത്. ലോഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ലോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയല് തീർപ്പാക്കുന്ന കാര്യത്തിൽ, അതായത് ഈ ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലും ഇതിന്റെ കാര്യത്തിലും ആരൊക്കെയാണ്, അതായത് ഇനീഷ്യേറ്റഡ് തുടക്കം കുറിച്ചത് വിനോദ് കുമാർ VM ക്ലർക്ക് AS1, ആരൊക്കെ കണ്ടു, സീൻ ആരൊക്കെയാണ് ഈ ഫയല് കണ്ടത്, ആരൊക്കെയാണ് ഫയല് കൈകാര്യം ചെയ്തത്, ആരൊക്കെയാണ് ഇത് അപ്രൂവ് ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം ലോഗ് എന്നുള്ള ഈ ലോഗ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റെസിപ്റ്റും കിട്ടും. ഇതോടുകൂടി ഈ ഫയലിലുള്ള ആക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ഈ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഫയലിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും ഇനി ബാക്കി നിൽക്കുന്നില്ല. ഇത് നമുക്ക് AOയ്ക്ക് ഈ ഫയലുള്ള എല്ലാ നടപടിയും കഴിഞ്ഞു എന്ന് ബോധ്യമാവുകയാണെങ്കിൽ നേരത്തെ ആക്ഷൻ എടുത്തതുപോലെ തന്നെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എന്ന ബട്ടൺ ഉണ്ട്. ആക്ഷനിൽ പോയി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ഷൻ ഡ്രോപ്പ്ഡ്. വീണ്ടും പറയുന്നതിന്റെ ഇടയിൽ ഒക്കെ ഇപ്പൊ ഹിയറിങ്ങും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടായിരിക്കുമല്ലോ ഒരാള് ഈ ഫയലില്
ഒബ്ജക്ഷൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ ഇടയിൽ ഹിയറിംഗോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്താം. അതിനൊന്നും തടസ്സങ്ങളില്ല. അപ്പൊ ഈ ഫയലിലുള്ള എല്ലാ തടസ്സവാദങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഒബ്ജക്ഷൻ ഡ്രോപ്പ്ഡ് എന്ന് സെലക്ട് ചെയ്തു, ഗോ കൊടുത്തു. ഒബ്ജക്ഷൻ ഡ്രോപ്പ്ഡ് സേവ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ ഈ ഫയല് നേരെ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിലല്ല, സെക്ഷൻ ക്ലർക്കിൽ ആ ഫയൽ അവിടെ അവസാനിച്ചു. ഇപ്പൊ സെക്ഷൻ ക്ലർക്കിന്റെ കയ്യിലില്ല. ഓഡിറ്റഡ് എന്നുള്ള ഭാഗത്ത് ഈ ഫയല് കാണാൻ നമുക്ക് കണ്ടു. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ആ ഫയലാണ് ഇത്. ഓഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ഓഡിറ്റഡ് എന്നുള്ള ആ സ്റ്റാറ്റസിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിന്റെ ലയബിലിറ്റി കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഈ ഫയലിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്ഷൻ റീറ്റെയിൻഡ് ആയിട്ടുള്ള ഫയലിന്റെ പ്രൊസീഡിങ്സും അതിന്റെ എങ്ങനെയാണ് ആ ഫയൽ അവസാനിപ്പിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സുഹൃത്തുക്കളായ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കൂടുതൽ വിശദമാക്കിയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അറിയാനുള്ളത് പേഴ്സണൽ ഓഡിറ്റ് എന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അത് അടുത്ത ചെറിയൊരു വീഡിയോയിലൂടെ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.